ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പരമാത്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 24-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. അവൻ ഇവൻ എന്ന്, അവനെന്നും ഇവനെന്നും നാം അറിയുന്നതൊക്കെ, പറഞ്ഞു പോരാറുള്ള കാര്യങ്ങളൊക്കെ ഓർത്താൽ, അവിചിന്തനം ചെയ്താൽ, അവനിൽ ലോകത്തിൽ ആദിമമായ സൃഷ്ടിക്ക് നിദാനമായിരിക്കുന്ന ഒരു ആത്മരൂപം, ഒരേ ഒരു ആത്മസത്യമേ ഉള്ളൂ. അവനവൻ ഓരോരുത്തരും ആത്മസുഖത്തിന്, സ്വന്തം സുഖത്തിനു വേണ്ടി ആചരിക്കുന്നവ, ചെയ്യുന്ന പ്രവർത്തികൾ അപരന്, മറ്റുള്ളവർക്കു കൂടി സുഖത്തിനായി വരേണം, സുഖം നൽകണം. ഒരിക്കൽ കൂടി പറയാം. അവൻ എന്നും ഇവനെന്നും നാം പറഞ്ഞു പോരാറുള്ള കാര്യങ്ങളൊക്കെ വിചിന്തനം ചെയ്താൽ, ലോകത്തിൽ സൃഷ്ടിക്കും നിദാനമായിരിക്കുന്ന ഒരേ ഒരു ആത്മസത്യമേ ഉള്ളൂ. ഓരോരുത്തരും സ്വന്തം സുഖത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർക്കു കൂടി സുഖം നൽകണം. ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. ലോകത്തിൽ ഒരേ ഒരു ആത്മസത്തയെ ഉള്ളൂ. ആ ആത്മസത്തയാണ് എന്നിലും നിന്നിലും അവനിലും ഇവനിലുമൊക്കെ അന്തർധാരയായി വർത്തിക്കുന്നത്. സാധാരണയായി ഒരു മനുഷ്യൻ കർമ്മം ചെയ്യുമ്പോഴോ സംസാരത്തിൽ ഏർപ്പെടുമ്പോഴോ ഇക്കാര്യമൊന്നും ഓർക്കാറില്ല. അതുകൊണ്ട് അവനെന്നും നമ്മൾ പറയുമ്പോൾ നമ്മളിൽ നിന്നും അന്യമായ ഏതോ ഒരു വ്യക്തിയാണ് അവൻ എന്ന തോന്നലാണ് നമുക്കുളവാകുന്നത്. ഒരു ഹിന്ദു പറയും അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ മുസ്ലിമാണ് എന്നൊക്കെ. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിയും മുസ്ലിമും പറയുന്നത്. രാഷ്ട്രീയത്തിലും കാണാം ഇങ്ങനെയുള്ള ചേരിതിരിവുകൾ. അവൻ കമ്മ്യൂണിസ്റ്റാണ്, അവൻ കോൺഗ്രസ് ആണ് എന്ന രീതിയിൽ. എങ്ങനെയാണ് ഈ അന്യത്വം നമ്മളിലൊക്കെ കടന്നു വരുന്നത്? നാം ചിന്തിച്ചിട്ടുണ്ടോ? നാം നമ്മുടെ ശാരീരിക സത്തയാണ് ഞാനായി കരുതുന്നത്. ആ ശാരീരിക സത്തയുടെ അസ്തിത്വത്തെ മാനദണ്ഡമാക്കി വെച്ചുകൊണ്ടാണ് തൻ്റെ ലോകത്തിൻ്റെ അതിർത്തി നിർണയിക്കുന്നത്. ഈ പ്രാഥമികമായ തെറ്റിനെ തിരുത്താതെ ലോകത്തിൽ സമന്വയവും സമാധാനവും കൊണ്ടുവരാൻ ആവുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിലും മതബോധത്തിലുമെല്ലാം ഈ തെറ്റ് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ ഒരു ആത്മസത്തയാണ് സർവചരാചരങ്ങളിലും സത്യമായിരിക്കുന്നതെന്ന അനുഭവബോധമായിരിക്കണം ഒരു മനുഷ്യനെ ഉദാത്തമാക്കേണ്ടത്. അങ്ങനെ ഒരുവൻ തൻ്റെ സുഖത്തിനായി പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും സുഖത്തിന് കാരണമായി ഭവിക്കുന്നു. ഇവിടെ ആരും നമ്മളിൽ നിന്ന് അന്യമല്ല. വ്യാവഹാരിക നിർണയത്തിന് വേണ്ടി മാത്രം അവൻ ഇവൻ എന്നൊക്കെ നാം പറയാറുണ്ട്. അതുകൊണ്ടാണ് തൃപ്പാദങ്ങൾ അപരൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപരൻ എന്നാൽ പരൻ അല്ലാത്തവൻ. പ്രത്യക്ഷത്തിൽ വേറെയാണെങ്കിലും പരമാർത്ഥത്തിൽ തന്നിൽ നിന്നും വേറെയല്ലാത്തവൻ. ഇക്കാര്യം നല്ലവണ്ണം മനനം ചെയ്തുറപ്പിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ലോകത്തിൽ ശാന്തിക്ക് വേണ്ടി മുറവിളി കൂട്ടേണ്ട ആവശ്യമേ വരുന്നില്ല. ശാന്തി സ്വാഭാവികമായി വന്നു ചേർന്നുകൊള്ളും.
24-ാം മന്ത്രത്തിൻ്റെ ലഘു വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.